സനി പറഞ്ഞു മമ്മ. ഫോൺ ചെവിയിൽ നിന്ന് മാറ്റിവെച്ച് സനി മമ്മയുടെ റൂമിലേക്ക് ചെന്നു. ഇന്ന് കോളേജിൽ പോട്ടോ? ജെയ്സി ഉണ്ടല്ലോ എനിക്ക് കൂട്ട്. ഇന്ന് ഞാൻ പോകുന്നുണ്ട് മമ്മ. പപ്പയും വിളിച്ച് തിരക്കിയത് അതാണ്. മമ്മ ടൈമിന് മെഡിസിൻ എടുത്താൽ മതി. ഞാൻ ലീവ് ആക്കുന്നില്ല. അതൊക്കെ ഞാൻ കഴിച്ചോളാം. റെഡി ആവാൻ നോക്കിക്കോ. ഫുഡ് ജെയ്സി എടുത്ത് വെച്ചിട്ടുണ്ട്. മമ്മ കഴിച്ചിട്ടില്ലല്ലോ. ഞാൻ റെഡിയായിട്ട് വരാം. നമുക്ക് ഒന്നിച്ച് കഴിക്കാം. സനി ചിരിയോടെ മുറിവിട്ട് പോകുന്നത് നോക്കിക്കിടന്നു ലിൻഡ. സനി മുന്നിൽ വന്നാൽ പിന്നെ വേറൊന്നും കാണില്ല അവർ. അത്രയും സ്നേഹവും വാത്സല്യവുമാണ് അവനോട്. അവൻ്റെ പപ്പയെപ്പോലെ വെളുത്ത് നല്ല ഉയരത്തിൽ കൊലുന്നനെ ഉള്ള ശരീരപ്രകൃതമാണ് അവന്. സുരേഷിൻ്റെയും ലിൻഡയുടെയും പ്രണയവിവാഹമായിരുന്നു. രണ്ടും മതങ്ങൾ ആയതിനാൽ ആരും അവരെ അനുകൂലിച്ചില്ല. പരസ്പരം മറന്നു വേറൊരു ജീവിതം തങ്ങൾക്കാവില്ലെന്ന് ഉറപ്പായ നിമിഷം ഒരു ഒപ്പിലൂടെ ആ ബന്ധത്തിന് വാല്യൂ നേടിയെടുത്തു. അതോടെ ബന്ധങ്ങൾ അകന്നു. വിവാഹം കഴിഞ്ഞു 3 വർഷങ്ങൾക്കപ്പുറം സനി കൂടി അവരിലേക്ക് എത്തി. സന്തോഷദിനങ്ങൾ ആണെങ്കിൽ കൂടി സാമ്പത്തിക ബുദ്ധിമുട്ട് നല്ലപോലെ ആയിരുന്നു. അതിനൊരു പരിഹാരം തേടി സുരേഷ് പ്രവാസ ജീവിതം തിരഞ്ഞെടുത്തു. പിന്നീട് അങ്ങോട്ട് അവർക്ക് ജീവിതത്തിൽ ഉയർച്ചകൾ മാത്രമായിരുന്നു. പതിവിലും ഏറെ ഉത്സാഹമായിരുന്നു സനിക്ക് കോളേജിൽ പോവാൻ. അതിന് കാരണം ഒന്നേ ഉള്ളൂ, നിള. കഴിഞ്ഞ വർഷത്തെ ഫ്രഷേഴ്സ് ഡേ മുതലാണ് സനി നിളയെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. യൂണിഫോം കിട്ടും വരെ റിപ്പേർഡ് ജീൻസും ടീഷർട്ടും ഇട്ട് 2 സൈഡിലും മുടികെട്ടി വരുന്ന ആളെ കണ്ടാൽ ഒരു കുട്ടിക്കുറുമ്പി ഫീലായിരുന്നു. വിചാരിച്ചതും എളുപ്പം ആളുമായി ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞു. സേതി ഇത്തിരി പതുങ്ങിയ ടൈപ്പാണെങ്കിലും നിള കുറച്ചുകൂടി ഓപ്പണാണ്. ആരുമായും പെട്ടെന്ന് അടുക്കും. കുറഞ്ഞ ദിവസങ്ങളിൽ തന്നെ അവൾ ഉള്ളിലേക്ക് ഇടിച്ചു കയറി. ഒരവസരം വന്നപ്പോൾ അത് ഓപ്പണായി തുറന്ന് പറയുകയും ചെയ്തു. തിരിച്ച് പെട്ടെന്നൊരു മറുപടി പ്രതീക്ഷിച്ചില്ല. ഒപ്പം ഇതിൻ്റെ പേരിൽ ആളെ ഡിസ്റ്റർബ് ചെയ്യാനും ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ അതോടുകൂടി ഉണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പ് കൂടി നഷ്ടമായി. പിന്നീട് കാണുമ്പോഴോ ഒരു ഒഴിഞ്ഞുമാറ്റമായിരുന്നു അവൾ. പിന്നാലെ ചെന്ന് ബുദ്ധിമുട്ടിച്ചില്ല. വെക്കേഷൻ ടൈമിൽ അവളെ കാണാൻ പറ്റാതെ ആകെ വീർപ്പുമുട്ടിയ സമയത്താണ് ശാലിനിയെ കുട്ടി ഒന്ന് വിളിച്ചു നോക്കിയത്. അങ്ങനെയാണ് ചേച്ചിയുടെ മാരേജിനെ കുറിച്ച് അറിഞ്ഞത്. വിളിച്ചെങ്കിലും പോകാനും പറ്റിയില്ല. ശരിക്കും വണ്ടറടിച്ചത് ഇന്നലെ അവൾ ക്ലാസ്സിൽ അന്വേഷിച്ചു വന്നെന്ന് ശാലിനി പറഞ്ഞപ്പോഴാണ്. ആ ഒരു ധൈര്യത്തിൽ കയറിയാണ് കോൾ ചെയ്തത്. പഴയ പോലെ നോർമലായാണ് നില സംസാരിച്ചത്. അത് നൽകുന്ന പ്രതീക്ഷ ചെറുതൊന്നുമല്ല. ഇന്ന് കാണാമെന്ന് മെസ്സേജ് ഇട്ടതിനും റിപ്ലൈ തന്നിട്ടുണ്ട്. സനി മിററിൽ ഒന്ന് തിരിഞ്ഞും മറിഞ്ഞു നോക്കി. കൊള്ളാം, സ്വയം ഉറപ്പുവരുത്തി. സനി, ടൈമായി. നീ കഴിക്കാൻ വരുന്നില്ലേ? വരുന്നു മമ്മ. സന്തോഷത്തോടെ അവൻ വേഗം ഇറങ്ങിച്ചെന്നു. നിനക്കെന്നോട് സ്നേഹമുണ്ടെന്ന് കരുതിയതൊക്കെ വെറുതെയാ. സത്യത്തിൽ നിനക്കെന്നോട് എന്തോ ഒരു ദേഷ്യം കിടപ്പുണ്ട്. അതുകൊണ്ടാ നീ എന്നെ ഹോസ്റ്റലിലേക്ക് വിളിച്ചു വരുത്തിയത്. ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തുടങ്ങിയ നിളയുടെ പരാതി. സേതി അതൊന്നും മൈൻഡ് വയ്ക്കാതെ നടപ്പാണ്. രാവിലെ കഴിച്ച ഉപ്മാവിൻ്റെ എഫക്റ്റാണ് ഇതൊക്കെ. അവളെ കുറ്റം പറയാൻ പറ്റില്ല. താൻ ആദ്യമായി പരീക്ഷിച്ച ഉപ്പുമാവ് പോലും ഇതിലും ഭേദമായിരുന്നെന്ന് സേതിക്ക് തോന്നി. എടി, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? ഇല്ല, കേൾക്കുന്നില്ല. എൻ്റെ ചെവിയിൽ ഇപ്പോൾ നിൻ്റെ കരച്ചിൽ മാത്രമേ ഉള്ളൂ. സേതി, എനിക്കിവിടെ നിൽക്കാൻ തോന്നുന്നില്ല. എനിക്കാകെ വട്ടാവുന്നു. ഞാൻ എന്ത് ചെയ്യുമെടി? ഇങ്ങനെയൊക്കെ പറഞ്ഞു മൂങ്ങിയത് കൊണ്ടല്ലേ ഞാൻ നിന്നെ ഹോസ്റ്റലിലേക്ക് വിളിച്ചേ? ഒറ്റ ഡയലോഗിൽ നിള മൂടി. ഹോസ്റ്റലിൻ്റെ ഇടവഴിയിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കടക്കുന്നിടത്ത് ജിതിൻ്റെ കാറ് കണ്ട് നിള അമ്പരന്നു. ഓടിച്ചാടി ചെല്ലുമ്പോൾ ജിതിൻ മാത്രമല്ല, നീലിമയുമുണ്ട്. സന്തോഷം കൊണ്ട് നിളയുടെ കണ്ണ് നിറഞ്ഞു. നീലിമ ഇറങ്ങി അവളെ കെട്ടിപ്പിടിച്ചു. വാ, 2 ആളെ ഇങ്ങോട്ട് കയറിക്കോ. അമ്മമ്മ കഴിക്കാൻ തന്നു വിട്ടിട്ടുണ്ട്. ജിതിൻ ബാക്ക് ഡോർ തുറന്നു. കേൾക്കേണ്ട താമസം 2 ആളും വേഗം കാറിലേക്ക് കയറിയിരുന്നു. അത്രയ്ക്കുണ്ട് വിശപ്പിൻ്റെ വിളി. നീലിമ വേഗം കയ്യിലെ കവർ നിവർത്തി അതിൽ നിന്ന് 2 ബോക്സ് എടുത്തു. ഊത്തപ്പവും ചമ്മന്തിപ്പൊടിയും.
അമ്മമ്മ സ്പെഷ്യൽ. പിന്നെ ഒരു സംസാരത്തിൽ നിൽക്കാതെ രണ്ടാളും കഴിപ്പ് തുടങ്ങി. നീലിമ ഇതിനിടയിൽ വിശേഷങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. കഴിക്കുന്നതിനിടയിൽ എല്ലാത്തിനും വിക്കിയും മൂളിയും നില മറുപടി നൽകി. എൻ്റെ നിളയെ, നിനക്ക് ഹോസ്റ്റലിൽ പറ്റുന്നില്ലെങ്കിൽ തിരിച്ചു പോരെ. അത്ര നേരം മിണ്ടാതെ അവൾ കഴിക്കുന്നത് മാത്രം നോക്കിയിരുന്ന ജിതിൻ അവളുടെ ഡ്രസ്സിൽ വീണ ചമ്മന്തിപ്പൊടി തട്ടിക്കളഞ്ഞുകൊണ്ട് പറഞ്ഞു. ഏയ് അത് വേണ്ട, സേതി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അതുകൊണ്ടാ. വളരെ താഴ്മയോട് പറയുന്നവളെ സേതി ഒന്ന് കനപ്പിച്ച് നോക്കി. നീള അവളെ നോക്കി നല്ലോണം ഒന്ന് ചിരിച്ചു കാണിച്ചു. അല്ല, നിങ്ങൾക്ക് രണ്ടാൾക്കൊന്ന് പോണ്ടേ? പോണം, എനിക്ക് ആദ്യത്തെ 2 പീരീഡ് ഒഴിവാ. നീലിമ അവളുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞ പാത്രം വാങ്ങി തിരികെ കവറിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ജിതിനേട്ടനോ? എനിക്ക് ഹോട്ടലിൽ ഒന്ന് പോകണം, ഓഫീസിൽ ഉച്ചയ്ക്ക് ശേഷം പോകുന്നുള്ളൂ. എന്നാലേ ഞങ്ങൾ വിടട്ടെ. ഇപ്പോൾ തന്നെ ബെല്ലടിച്ചിട്ടുണ്ടാവും. ഇനി വൈകിയാൽ ഗേറ്റ് പൊട്ടും, പിന്നെ പെർമിഷൻ വാങ്ങേണ്ടി വരും. അങ്ങോട്ടാക്കി തരാടി. ജിതിൻ വേഗം കാർ സ്റ്റാർട്ട് ചെയ്തു. കോളേജ് ഗേറ്റിന് മുന്നിൽ അവരെ വിട്ടു. നില കാറിൽ നിന്ന് ഇറങ്ങും മുന്നേ ജിതിൻ മിൽക്കി ബാറിൻ്റെ വലിയ പാക്ക് എടുത്തു കൊടുത്തു. ഞാനതിന് ജിതിനേട്ടനോട് പിണക്കമൊന്നുമല്ലല്ലോ. ഒരു ചിരിയോടെ അത് കയ്യിൽ വാങ്ങിക്കൊണ്ട് നില പറഞ്ഞു. ഉവ്വ ഉവ്വ. ജിതിനൊരു താളത്തിൽ തലയാട്ടി. നിളയും സേതിയും ഉള്ളിലേക്ക് കയറിപ്പോയതിൽ പിന്നെയാണ് ജിതിൻ കാറ് മുന്നോട്ടെടുത്തത്. ഇപ്പോൾ സമാധാനമായോ ജിതിനേട്ടന്? മറുപടി ഏതുമില്ലാതെ ചിരിയോടെ ജിതിൻ നീലിമയുടെ കവൾ വലിച്ചു വിട്ടു. രണ്ടു ദിവസം എന്തായിരുന്നു? എന്നെ കൂടി മൈൻഡ് ചെയ്തില്ല. നിന്നോളം തന്നെ അവളും എനിക്ക് വലുതല്ലേ? എന്നേക്കാൾ കൂടുതൽ. ആ ശരി, നിന്നേക്കാൾ കൂടുതൽ. എന്താ പരാതിയുണ്ടോ? പരാതിയില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. നീലിമ അവൻ്റെ കയ്യിലേക്ക് ചുറ്റിപ്പിടിച്ച് ചാഞ്ഞു. അവൾ ഹോസ്റ്റലിലേക്ക് മാറിയിട്ട് ഒരു വല്ലായ്മയായിരുന്നു. ഇപ്പം മാറിയോ? അവൾ ഓക്കെ ആണെന്ന് തോന്നുന്നല്ലേ? അവൾ പെട്ടെന്ന് സാഹചര്യങ്ങളോട് കൂടുന്ന പ്രകൃതമല്ലേ? ഫുഡ് അത്ര പിടിക്കുന്നില്ലെന്ന് മാത്രം, വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. എന്നാലും കുറച്ച് ദിവസങ്ങളായി എന്തൊക്കെയോ ഒരു മാറ്റം അവളിലില്ലേ? ഉണ്ടോ? എനിക്കങ്ങനെ തോന്നി, പ്രത്യേകിച്ച് എന്നോടൊരു മിണ്ടാട്ടക്കുറവ് പോലെ. അത് നല്ല അസല് കുശുമ്പാണ്. കല്യാണത്തോടെ നിളയ്ക്ക് എന്നോടൊരു സ്നേഹക്കൂടുതലുണ്ട്. അതുകൊണ്ട് സഹിക്കാതെ ഓരോ തോന്നൽ വരുന്നതാ. ആണോടി നീലിപ്പെണ്ണേ? ദേ, നീലിമ അവൻ്റെ കയ്യിൽ നഖമാഴ്ത്തി. നീ ഡ്രൈവ് ചെയ്യാണ്, കളിക്കല്ലേ. നീലിമ പെട്ടെന്ന് നേരെയിരുന്നു. ഒരു ദുരന്തത്തിൻ്റെ ഓർമ്മയിൽ അവളുടെ ഉള്ളം വിറച്ചു. നീലിമോ? അവളുടെ ചിന്തകളെ പാറിപ്പറക്കാൻ വിടാതെ ജിതിൻ അവളുടെ കൈയെടുത്തു ഗിയറിലേക്ക് വെച്ചു. ലീവ് ആക്കാൻ പറ്റോടി? എന്തിന്? ഒരാഴ്ച കൂടി ലീവ് ഉണ്ടായിരുന്ന എന്നെ പറഞ്ഞു ക്യാൻസൽ ആക്കിപ്പിച്ചിട്ട് ഇപ്പോൾ ലീവോ? അത് പിന്നെ ഒരു രാത്രി മുഴുവൻ ഇരുന്ന് മോങ്ങുന്നത് കണ്ടിട്ടല്ലേ. അല്ലെങ്കിൽ പകലും ഇത് തന്നെ ആവുന്നു വെച്ചു. ഇനി അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ എന്നെ ഒന്ന് സമാധാനിപ്പിക്കുന്നതിന് പകരം കമന്നടിച്ച് കിടന്ന് എന്നേക്കാൾ വലിയ ശോകത്തിനെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഞാൻ മുങ്ങിയത് മാത്രം കണക്കിലുള്ളൂ. അതിനെല്ലാം കൂടി കോമ്പൻസേഷൻ ചെയ്യാനാണ് ലീവ് ആക്കുമെന്ന് ചോദിച്ചത്. നേരെ ഹോട്ടലിൽ പോകാം, ദിനുവിനോട് ചെല്ലാന്ന് പറഞ്ഞു പോയി. അല്ലെങ്കിൽ അതും ക്യാൻസൽ ചെയ്യായിരുന്നു. അവിടെ നിന്ന് നേരെ ഒരു മൂവിക്ക് പോകാം. അല്ലെങ്കിൽ നിനക്കിഷ്ടമുള്ള വേറെ എവിടെയെങ്കിലും. വേണേ നിലയെ കൂടി കോളേജിൽ നിന്ന് ചാടിക്കാം. അയ്യയുടെ മോനെ, ആ ജംഗ്ഷനിൽ കാർ ഒതുക്കിയേ, ഞാൻ ബസ് പിടിച്ചോളാം. ഞാൻ എൻ്റെ പിള്ളേർക്ക് ഇന്ന് ടെസ്റ്റ് പറഞ്ഞിട്ടുള്ളതാ. നീ ചെല്ലാതിരുന്നാൽ അവർക്ക് സന്തോഷമാകുള്ളൂ. ആ കാലമൊക്കെ മാറി. ഇപ്പോൾ പിള്ളേർക്ക് ടീച്ചർമാർ ചെന്നില്ലെങ്കിൽ സങ്കടമാണ്. ഓ ആയിക്കോട്ടെ, എന്തായാലും ഞാൻ ആക്കിത്തരാം. വേണ്ട ജിതിനേട്ടാ, എനിക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ബസ് കിട്ടുമല്ലോ. അത്രയും വഴി വന്നിട്ട് പിന്നെയും വളഞ്ഞു തിരിഞ്ഞു പോകണ്ടേ?
ഇതാകുമ്പോൾ ഹോട്ടലിലേക്ക് എളുപ്പമല്ലേ, ഉച്ചയ്ക്ക് ശേഷം ഓഫീസിലും എത്തണ്ടേ. ഓക്കെ, എന്നാൽ ഇവിടെ വിടാം. വരാൻ ഞാൻ വൈകൂട്ടോ, വെയിറ്റ് ചെയ്യണ്ട. ബസ് സ്റ്റോപ്പിന് അടുത്തായി അവൻ കാറൊതുക്കി. ഇന്ന് അവൾ ഇറങ്ങും മുന്നേ ജിതിൻ ഒരു മിൽക്കി ബാർ എടുത്ത് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. നോക്കണ്ട, നിലയ്ക്ക് കൊടുക്കുമ്പോഴെല്ലാം അതിൽ നിന്നൊരു പങ്ക് നിനക്കും കിട്ടാറില്ലേ. ഇന്ന് അവൾക്ക് തരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നേരിട്ട് അങ്ങ് തന്നു എന്ന് മാത്രം. നീലിമ ഒരു ചിരിയോടെ അത് വാങ്ങി. അവനെ ഒന്ന് കൈവീശി കാണിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് ചെന്ന് നിൽക്കുമ്പോഴേക്കും ബസ് വരികയും ചെയ്തു. ബസ് കടന്നു പോയിട്ടാണ് ജിതിൻ കാർ മുന്നോട്ടെടുത്തത്. തുടരും. സ്നേഹത്തോടെ, അഭിനവി.